നബി തങ്ങളോട് അല്ലാഹു പറയാൻ പറഞ്ഞിരിക്കുകയാണ്, ഖുൽ അങ്ങ് പറയണം നബിയെ, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസ്വീറാ. ഖുൽ വഖുൽ അങ്ങ് പറയണം നബിയെ, അത് റബ്ബി എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ, അല്ലാഹുവേ സത്യമായ ഒരു പ്രവേശിക്കപ്പെടുന്നിടത്തേക്ക്, നിനക്ക് പൊരുത്തമുള്ള ഒരിടത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കുകയും വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ, സത്യം ഇരിക്കുന്ന ഒരിടത്ത് നിന്ന് എന്നെ നീ പുറത്താക്കി തരികയും സത്യമുള്ളിടത്തേക്ക് എന്നെ നീ പ്രവേശിപ്പിച്ചു തരികയും ചെയ്യണമേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസ്വീറാ. അല്ലാഹുവേ നിന്റെ സഹായവും നിന്റെ കരുത്തും നിന്റെ സംരക്ഷണവും നീ എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന് അല്ലാഹു തആല മുത്തനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ഇറക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് ഈ മുഖ്റജ സുദ്ഖിൻ, മുദ്ഖല സുദ്ഖ്? അല്ലാഹുവേ സുദ്ഖിന്റെ പ്രവേശന സ്ഥാനം, സത്യത്തിന്റെ പ്രവേശന സ്ഥാനം, സത്യത്തിന്റെ നിർഗമന സ്ഥാനം, പുറപ്പെടുന്നതും പ്രവേശിക്കുന്നതും. മുദ്ഖല സുദ്ഖിൻ എന്ന് പറഞ്ഞത് അൽ മദീന, മദീനയാണ്. എന്നെ മദീനത്തേക്ക് കടത്തിത്തരയണമേ. വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ, നീ എന്നെ പുറപ്പെടുവിക്കുന്നതും സത്യത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്, അത് മക്കയാണ്. പുറപ്പെടുന്ന സ്ഥലവും മുഖ്റജ് സുദ്ഖ്, പ്രവേശിക്കുന്ന സ്ഥലം മുദ്ഖല സുദ്ഖ്. അള്ളാഹുവിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹു തആല മുത്തനബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു മദീനയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടക്കുന്ന ആ ജനനത്തിന്റെ തൊട്ടു മുമ്പ്, 2 മാസം മുമ്പാണെന്നോ 1 മാസം മുമ്പാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ ഷാമിൽ കുടുംബക്കാരെ കണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയിൽ കച്ചവടത്തിന് പോയതാണ് എന്നും അഭിപ്രായം ഉണ്ട് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ. തിരിച്ചു വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് എവിടെയാണ്? മദീനയുടെ പരിസരത്താണ്, മദീനയിലാണ്. വാപ്പയെ കണ്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉമ്മയായി തങ്ങളുടെ സംരക്ഷണം, പിന്നെ വല്യപ്പയിലേക്ക്, പിന്നെ മൂത്താപ്പയിലേക്ക്, അബൂ ത്വാലിബിലേക്ക്, അങ്ങനെ പിന്നെ മുഅ്മിനീങ്ങളുടെ സംരക്ഷണത്തിലേക്ക്. ഏതായിരുന്നാലും ഉമ്മ ആമിന റളിയല്ലാഹു തആല അൻഹ, ആമിന ബിൻതു വഹബ് റളിയല്ലാഹു അൻഹ 6 വയസ്സ് നബി തങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ മഹദി മദീനയിലേക്ക് യാത്ര പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ വഫാത്താകുന്നത് മദീനയിലാണ്. അബവാ മദീനയുടെ ഭാഗമാണ്. ഉമ്മ കിടക്കുന്നതും മദീനയിലാണ്, ബാപ്പ കിടക്കുന്നതും അവിടെയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നതും അവിടെ തന്നെയാണ്. അതൊരു ചരിത്ര നിയോഗം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ, നബി തങ്ങൾ എത്ര കാലമാണ് മക്കയിൽ ജീവിച്ചത് എന്ന് ഒരൽപ്പം കുസൃതിയോടുകൂടെ ചോദിച്ചാൽ പറയേണ്ടത് 53 കൊല്ലം മക്കയിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ പിന്നെ മദീനയിലുമാണ് എന്നാണ്. നമ്മൾ പറയും 10 കൊല്ലം മതി. 10 കൊല്ലമല്ല, ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും ഇലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരേക്കും മദീനയിൽ തന്നെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക ഹറമുൻ ഹറമഹ ഇബ്രാഹിം അലൈഹിസ്സലാം. മക്ക ഹറമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഇത് ഹറമാക്കണം. ഹറം എന്ന് പറഞ്ഞാൽ ഹോളി സാങ്ച്വറി, പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, സംരക്ഷിത മേഖലയാണ്. മൻ ദഖലഹ കാന ആമിന, അവിടേക്ക് പ്രവേശിച്ചാൽ ആ ആൾ ഹീസ് സേഫ് ആൻഡ് സെക്യൂർ. അവിടെ പിന്നെ ആരും അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഫിസിക്കലി, ഇമോഷണലി, എല്ലാ രീതിയിലും, സ്പിരിച്വലി, ഏത് രീതിയിലും, ടോട്ടൽ എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കണം. വൽമദീനതു ഹറംതുഹാ, മദീനയെ ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദീന ഹറമാണ്. അവിടുത്തെ ചെടികൾ, സസ്യലതാദികൾ, അവിടുത്തെ പുല്ലുകൾ മൃഗങ്ങൾക്ക് തിന്നാനുള്ള തീറ്റയായിട്ടല്ലാതെ മുറിച്ചു മാറ്റാൻ പാടില്ലെന്നാണ്. അവിടുന്ന് വല്ലതും വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാലി മുൻഷിദിൻ, വല്ലതും വീണ് കിടക്കുകയാണ്,
ഒരു പേഴ്സ്, ഒരു പാസ്പോർട്ട്, ഇതൊക്കെ കാണുമല്ലോ. നിങ്ങൾക്കത് ആ നഷ്ടപ്പെട്ട ആളെ വിളിച്ച് ഏൽപ്പിക്കാൻ കഴിയുമില്ലെങ്കിൽ നിങ്ങൾ തൊടാൻ പാടില്ലെന്നാണ്. 2 ഹറമിന്റെ നിയമം അതാണ്. വെറുതെ എടുത്തു പോകണ്ട. എന്ത് ചെയ്യുക? നിങ്ങൾക്കത് അർഹതപ്പെട്ട സ്ഥലത്ത്, അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അത് തൊട്ടാൽ മതി. അല്ലെങ്കിൽ ഹറമിൽ കിടക്കുന്ന ഒരു സാധനം പെറുക്കിയെടുക്കാൻ പാടില്ലെന്നാണ്, നിങ്ങളുടേതല്ലാത്തത്. അവിടെ പക്ഷികൾ വെടിവെച്ച് വീഴ്ത്താൻ പാടില്ല, അവിടുത്തെ ചെടികൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല, ഹറമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മദീന എന്ന് പേരിട്ടത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്രിബ് എന്നായിരുന്നു പേര്. യഖൂലൂന യസ്രിബ്, മുനാഫിഖീങ്ങൾ മദീനയെ യസ്രിബ് എന്ന് വിളിക്കും. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മദീനയെ യസ്രിബ് എന്ന് വിളിച്ചാൽ ഫല്യസ്തഗ്ഫിരില്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫഹിയ തൗബതു ഫഹിയ തൗബ, മദീന തൗബയാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്ക് തൗബ എന്ന പേരുണ്ട്, തൈബ എന്ന പേരുണ്ട്, അദ്ദിർഉൽ ഹസീന എന്ന പേരുണ്ട്. വഅർദുൽ ഹിജ്റ വദ്ദാർ, ദാറുൽ ഈമാൻ, ദാറുൽ ഹിജ്റ, ദാറുസ് സുന്ന, ദാറുസ് സലാമ, ഖുബ്ബത്തുൽ ഇസ്ലാം, ഇതൊക്കെ മദീനയുടെ പേരുകളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഫൈനൽ അബോർഡ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. ഖൈറുൽ ഭൂമിയിലെ ഖൈറുൽ ബിഖാ, ഭൂമിയിലെ മണ്ണിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണ്. ഭൂമിയിലെ ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ കഅബാലയമാണ്. കഅബാലയത്തിന്റെ ഉള്ളിൽ ഹജറുൽ അസ്വദ് ഉണ്ട്. യാഖൂതത്തുൻ മിൻ യവാഖീതിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മരതക കല്ലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മദീനയിലുമുണ്ട് സ്വർഗ്ഗത്തിന്റെ ഭാഗം. മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അതുമാത്രമല്ല മിംബരി അലൽ ഹൗദ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മിംബർ, എന്റെ ഹൗദിൽ അല്ലാഹു കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് ഖുതുബ ഓതിയിരുന്ന മിംബർ, അത് മദീനയിൽ തീപിടുത്തമുണ്ടായിരുന്നു ഹിജ്റ 654. ആ സമയത്താണിത് കത്തി നശിച്ചത്. അതിന്റെ ശേഷം ഇപ്പോഴുള്ള മിംബറയല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിരുന്ന മിംബറ. ഹിജ്റ 564 ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന നബി തങ്ങളുടെ മിംബറുണ്ട് അലൽ ഹൗൽ, അതും സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു സ്വർഗത്തിന്റെ കഷ്ണം കിടക്കാൻ ഇവിടെയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാവരോടും കഅബ സന്ദർശിക്കാൻ വേണ്ടി പറയണം, എല്ലാവരോടും ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി പറയണമെന്ന് അള്ളാഹു പറഞ്ഞപ്പോ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ആ വിളി കേട്ടത് കൊണ്ടാണ് നമുക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് ഉണ്ടാവുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതിന് തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി ഫി ഹയാതി, ഞാൻ മരിച്ചതിന്റെ ശേഷം എന്നെ സിയാറത്ത് ചെയ്താൽ അവൻ എന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സിയാറത്ത് ചെയ്തതുപോലെ തന്നെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നബി തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് വഫാത്തിന്റെ ശേഷവും. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അതുമാത്രമല്ല, വളരെ പ്രസിദ്ധമായ സ്വഹീഹായ ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും, എനിക്ക് സലാം പറയുന്നവരുടെ സലാം ഞാൻ മടക്കാൻ വേണ്ടി. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇടതടവില്ലാതെ പോവാണ്. അതിൻ്റെ ലോജിക്ക് എന്താണ്? കാരണം വാങ്ക് വിളിക്കപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ലോകത്തില്ലെന്നാണ്. വാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ പേര് കേൾക്കുന്നവർ സ്വലാത്ത് ചൊല്ലും, പറയുന്നവർ സ്വലാത്ത് ചൊല്ലും. നിസ്കാരത്തിൽ സ്വലാത്ത് നടക്കുന്നുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസുകൾ വേറെ നടക്കുന്നുണ്ട്, ഒറ്റക്കും കൂട്ടമായും സ്വലാത്തുകൾ നടക്കുന്നു. ഇങ്ങനെ വന്നാൽ മുഴുസമയവും അവിടുത്തെ റൂഹിന്റെ സാന്നിധ്യം അല്ലാഹു നബി തങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആദാബു തസ്ലീമി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് സലാം പറയാൻ, അതിന്റെ മര്യാദകൾ എന്താണ്, എറ്റിക്കറ്റ്സ് ഓഫ് ഇൻവോക്കിംഗ് സലാം ടു റസൂലുള്ളാഹ്, അതിനെ സംബന്ധിച്ച് തന്നെ കിതാബുകൾ എഴുതിയിട്ടുണ്ട് ആലിമീൻ. അല്ലാമ ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള ആളുകൾ
എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടത്, എന്താ പറയേണ്ടത്, എവിടെയാ നിൽക്കേണ്ടത്. നബി തങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വലത് കൈ ഇടത് കൈയിന്റെ മേൽ ഇങ്ങനെ വെക്കരുത് എന്നാണ്. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ കൈ താഴ്ത്തി വെച്ചിട്ട് വേണം അവിടത്തോട് സലാം പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്തഖ്ബിലുൽ ഖബ്റ ശരീഫ്, അവിടുത്തെ പരിശുദ്ധമായ ഖബറിലേക്ക് നിന്നുകൊണ്ട് അതിൽ അഭിമുഖമായി നിന്നുകൊണ്ട് കൈ താഴ്ത്തി വെച്ചിട്ട് വേണം അവിടത്തോട് സലാം പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വളരെ വിശദമായി അതിൻ്റെ ആദാബുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടത്, ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ ഉലമാ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യർക്ക് സത്യവിശ്വാസികൾക്ക് കടുത്ത പരീക്ഷണമായി പറഞ്ഞയച്ചത് മസീഹുദ്ദജ്ജാല. മസീഹുദ്ദജ്ജാലിന് പോലും കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്ന് വിശുദ്ധമായ മദീനയാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ നിഖാബിഹാ നഖ്ബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റുസൂനഹാ. മദീനയുടെ ഏത് മുക്കിലും മൂലയിലും അല്ലാഹുവിന്റെ മലക്കുകൾ വാള് പിടിച്ചെടുത്ത് കയ്യിൽ വെച്ച് അതിന് സംരക്ഷകരായി അന്ത്യനാളിന്റെ മുമ്പ് മസീഹുദ്ദജ്ജാൽ വരുമ്പോ മദീനക്ക് കാവലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മാത്രമല്ല, മൻ ശാഅ അൻ യമൂത ബിൽ മദീന ഫൽയമൂത ബിഹാ, മദീനയിൽ അൻ യമൂത ബിൽ മദീന ഫൽയമൂത ബിഹാ, ആർക്കെങ്കിലും മദീനയിൽ വഫാത്താകാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിൽ മദീന, മദീനയിൽ വഫാത്താകുന്നവർക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനപ്പുറം എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ആ ഒരു അത്രയും പുണ്യമായ ഒരു പ്രദേശമാണ് വിശുദ്ധമായ മദീന. അത് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പോയിട്ട് മദീനത്തേക്ക് പോവാതെ നേരെ ജിദ്ദയിൽ നിന്ന് കയറി പോരും. സമയമില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത്. സമയമില്ലെങ്കിൽ മഅദൂർ, അവർക്ക് ഉദ്റുണ്ട്. സമയം ഉണ്ടാക്കാൻ കഴിയുന്നവർ ഹജ്ജിന് വന്നിട്ട് ഒരു മാസമൊക്കെ നിന്നിട്ട് മദീനയിൽ പോവാതെ, 2 ആഴ്ച നിന്നിട്ടത് ഹജ്ജ് കഴിഞ്ഞിട്ടൊരു മദീനയിൽ പോവാതെ, ഹജ്ജിന്റെ മുമ്പൊന്ന് നബിയെ തങ്ങളെ സംബന്ധിച്ച് സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോരുന്നതൊക്കെ, അതിന് ഹദീസും ഖുർആനും തെളിവൊന്നല്ല അവർ ചോദിക്കേണ്ടത്. അതിൻ്റെ ഉത്തരം സാലിം ഫൈസിയുടെ പറഞ്ഞ പോലെ കൽബിലുള്ള ഹുബ്ബാണ്. സ്നേഹമുണ്ടോ അവരത് ചെയ്യും. സ്നേഹമുള്ളവർ അത് ചെയ്യും. അതാണ്, കൽബിൽ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യും. അഖലിയായ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹുബ്ബ്, കൽബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹുബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ബ്രെയിൻ കണക്റ്റഡായ ഹുബ്ബാണെങ്കിൽ മദീനത്തേക്ക് ഇനിയിപ്പോ സമയമില്ല, ബസ്സിൽ 5 മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ, പിന്നെ ആവാന്ന് പറഞ്ഞ് തിരിച്ചു പോരും. സത്യത്തിൽ ചിലർ പറയും, എന്നോടൊരാളിനെ നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിനെന്താ കുഴപ്പം, 1,00,000 നിസ്കാരത്തിന്റെ കൂലി മക്കത്തില്ലേ, മദീനത്ത് 1000 ഉള്ളൂ. മദീനത്ത് 1000 ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, മദീനത്ത് 1,00,000 മക്കത്ത് 1000 എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ എവിടെയാ പോവാ? അപ്പോ ഹജ്ജനെ ഒഴിവാക്കി മദീനത്ത് പോയി വരൂലേ? മദീനയിൽ 1000 ഉള്ളൂ, ശരിയാണ്, അതൊരു ഹഖീഖത്താണ്. എന്തെന്നറിയോ, മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് മദീനത്തുൻ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ നഗരമാണ്. നിങ്ങളങ്ങോട്ട് വരുന്നത് എൻ്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് വന്നാൽ മതി. അവിടെ കച്ചവടക്കണ്ണേറ്റ് വരണ്ട. കീശിൽ ഒരുപാട് അജ്ർ സവാബുകൾ കൂലി കീശിലാക്കി കൊണ്ടുപോകലാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. സ്നേഹമുണ്ടെങ്കിൽ വാ. അവിടെ 1,00,000 ഉണ്ട് എന്ന് പറഞ്ഞു തന്നത് ആരാണ്? ഈ മദീനയിൽ കിടക്കുന്ന മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് വേറെ ഒരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞു തന്നത് ആരാണ്? ഈ മദീനയിൽ കിടക്കുന്ന നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? നമ്മളോട് ഒരാൾ പറയാ, പിന്നെ ഉസ്താദ് വിസിറ്റ് വന്നല്ലേ, നിങ്ങൾക്ക് എൻ്റെ വക 1,00,000 രൂപ ഉണ്ട്, എൻ്റെ ഷോപ്പുണ്ട് ഇവിടെ ഹംദാൻ സ്ട്രീറ്റിൽ ഒന്ന് പോയിക്കോളൂ, അവിടെ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പോയിട്ട് വാങ്ങിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഉസ്താദ് പോകുന്നു. എന്താ ആവശ്യത്തിന് എന്തോ ആവട്ടെ, അത് വാങ്ങിച്ചിട്ട് ആ കടക്കാരെ ഒക്കെ കണ്ടിട്ട് ശരി എന്ന് പറഞ്ഞു അയാൾ പൂരാണ്. നന്ദിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അല്ല നിങ്ങൾ മുതലാളി എവിടെ ചെന്നാലാ കാണാൻ പറ്റുക? പറഞ്ഞ ആൾ തിരക്കിലാ, കാണാൻ പറ്റൂല. എന്നാൽ ഫോൺ നമ്പർ ഉണ്ടോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്പർ ഇതാ, ഒന്ന് വിളിക്കെങ്കിലും ചെയ്യും അല്ലേ, ഞാനത് വാങ്ങിച്ചു കേട്ടോ, വളരെ നന്ദി, കിട്ടിയിട്ടുണ്ട്, അള്ളാഹു കൂലി തരട്ടെ. ഈ രീതിയാണ് മദീനയിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണം. അതിന് വേറെ തെളിവൊന്നും ചോദിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഹുബ്ബാണത്. എത്രയും കൂലി കിട്ടുന്നു എന്ന് പറഞ്ഞെന്ന ആളെ പോയി കാണുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ടാണ് അവിടെ അല്ലാഹു തആല കൂലി മിനിമൈസ് ചെയ്തു വെച്ചത്. അൽഫ് മതി, എത്ര മതി. ഹുബ്ബ് ഉള്ള ആളുകൾക്ക് അതും വേണ്ടെന്നാണ്. അത് അല്ലാഹുവിന്റെ ഫളൽ, തഫദ്ദുലു മിനല്ലാഹി വകറം, അല്ലാഹുവിന്റെ ഔദാര്യം. അതുമില്ലെങ്കിലും സത്യവിശ്വാസികൾ അവിടെ പോകും, മദീനയിൽ പോകും, മുത്തനബിയെ കാണാൻ വേണ്ടി ചൊല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.